ഈശോയുടെ എത്രയും സ്നേഹം നിറഞ്ഞ കുഞ്ഞുമക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും ഈശംസിയായിക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവരും എഴുന്നേറ്റ് കൈകൂപ്പി പിടിച്ച് സാർ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഏറ്റുചൊല്ലുക. ഈശോയെ, വിശുദ്ധിയിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എല്ലാവർക്കും സുഖമാണോ? എന്താ എല്ലാവരുടെയും മുഖത്തൊരു സന്തോഷമൊന്നും കാണുന്നില്ലല്ലോ? സാറിന് മനസ്സിലായി കേട്ടോ, നിങ്ങൾക്ക് കൂട്ടുകാരുമായി കളിക്കുവാനും പഠിക്കുവാനും വിശ്വാസ പരിശീലനത്തിന് പോകുവാനും ഒക്കെ ഒന്നും സാധിക്കുന്നില്ലല്ലേ? വിഷമിക്കട്ടെ കേട്ടോ. അത് കുറച്ച് കഴിയുമ്പോൾ നമുക്കതെല്ലാം നമ്മുടെ ഈശോ മാറ്റിത്തരികയും നമുക്ക് പഴയതുപോലെ തന്നെ സന്തോഷിച്ച് ഉല്ലസിച്ച് നടക്കുവാൻ ഈശോ സഹായിക്കുകയും ചെയ്യും കേട്ടോ. സാരമില്ല. ഇനി നമ്മൾ ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. അതിനു മുമ്പ് സാറിനൊരു കാര്യം പറയാനുണ്ട്. നിങ്ങളോട് ഇടയ്ക്കിടയ്ക്ക് ചോദ്യങ്ങളൊക്കെ സാറ് ചോദിക്കും കേട്ടോ. ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരുന്നാലേ അതിനുള്ള ആൻസർ പറയുവാൻ സാധിക്കുകയുള്ളൂ. ആൻസർ അറിയത്തില്ലെന്ന് പറഞ്ഞ് വിഷമിക്കുകയൊന്നും വേണ്ട. സാറ് തന്നെ അത് നിങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ചുകൊള്ളാം. നമ്മൾ പഠിക്കുവാൻ പോകുന്ന ലെസൻ്റെ പേരേതാണെന്ന് അറിയോ? പാഠം മോനറിയാം അല്ലേ? എന്താണ് പാഠം 6 അല്ലേ? പാഠം 6 എന്താണ്? ഇവിടെ മോൾക്കും അറിയാം അല്ലേ? എന്താണ്? അനുരഞ്ജനം. ഓക്കെ, അനുരഞ്ജനം എന്ന കൂദാശയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അനുരഞ്ജനം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ആർക്കറിയാം? മോനറിയാം അല്ലേ? എന്താണ് അനുരഞ്ജനം എന്ന വാക്കിൻ്റെ അർത്ഥം? രമ്യതപ്പെടുക അല്ലേ? അല്ലെങ്കിൽ പൊരുത്തപ്പെടുക, കൂട്ടുയോജിപ്പിക്കപ്പെടുക, രണ്ടുപേര് പിണക്കമായിരുന്നവർ ഒന്നാകുക എന്നൊക്കെ വേണമെങ്കിൽ നമുക്കതിന് പറയാവുന്നതാണ്. അതുപോലെ തന്നെ അനുരഞ്ജനം എന്ന കൂദാശയ്ക്ക് മറ്റൊരു പേരുണ്ട്. എന്താണെന്നറിയോ? അറിയാല്ലേ? മോന് തന്നെ അറിയാല്ലേ? എന്താണ്? അത് കുംഭസാരം എന്നാണ് അല്ലേ? കുംഭസാരം എന്ന കൂദാശയാണ്. അനുരഞ്ജനം എന്ന കൂദാശയ്ക്ക് മറ്റൊരു പേരെന്ന് പറയുന്നത് കുംഭസാരമാണ്. ഇനി ഈശോയെ ഈ ഭൂമിയിലേക്ക് അയച്ചത് ആരാണ്? മോനറിയാല്ലേ? ആരാണ് ഈശോയെ അയച്ചത്? പിതാവായ ദൈവമാണ് ഈശോയെ ഭൂമിയിലേക്ക് അയച്ചത്. ഇനി ഈശോ വന്നത് എന്തിനാണ്? ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് എന്തിനാണ്? മനുഷ്യരെ എല്ലാവരെയും രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലേ? സകല മനുഷ്യരുടെയും പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈശോ ഈ ഭൂമിയിലേക്ക് വന്നത്. ഓക്കെ, ഈശോ എങ്ങനെയാണ് പാപപരിഹാരം ചെയ്തത്? ഈശോ പാപപരിഹാരം ചെയ്തത് പീഡനങ്ങൾ സഹിക്കുകയും കുരിശിൽ മരിക്കുകയും ഉദ്ധാനം ചെയ്യുകയും വഴിയാണ് നമുക്ക് ഈ പാപമോചനം നമുക്ക് നേടിത്തന്നത്. പിതാവായ ദൈവവുമായി രമ്യതപ്പെടുത്തിയത്, അതായത് അനുരഞ്ജനപ്പെടുത്തിയത് ഈശോയാണ് കേട്ടോ. ഇനി നമ്മുടെ പാഠത്തിലേക്ക് കടന്നു ചെല്ലാം. ഈശോ നമ്മളൊരു പ്രാർത്ഥന പഠിപ്പിച്ചു. അറിയോ? എല്ലാവർക്കും അറിയാമല്ലേ? ഇവിടെ മോനും അറിയാം, മോക്കറിയാം, മോനും അറിയാമല്ലേ? ഓക്കെ, സന്തോഷമായി. എന്താ പ്രാർത്ഥന? ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. എന്താ നമ്മൾ പറഞ്ഞത്? സ്വർഗത്തിലിരിക്കുന്ന പിതാവ് നമ്മുടെയാണ് അല്ലേ? നമ്മുടെ പിതാവെന്ന് വിളിക്കുന്നത്. സ്വർഗത്തിലിരിക്കുന്ന ദൈവം നമ്മുടെ പിതാവാണ്. നമ്മൾ വീട്ടിൽ നമ്മുടെ പിതാവിനെ നമ്മൾ എന്തൊക്കെയാണ് വിളിക്കുന്നത്? ഡാഡി എന്ന് വിളിക്കും. ഇവിടെ മോന പപ്പ എന്നാണ് വിളിക്കുന്നത് അല്ലേ? ഇവിടെ മോളോ എന്താ വിളിക്കുന്നത്? അപ്പ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, നമുക്ക് അങ്ങനെ ഒന്ന് വിളിച്ചു നോക്കാം എങ്ങനെ ഇരിക്കണം. സ്വർഗത്തിലിരിക്കുന്ന ഞങ്ങളുടെ ഡാഡി, അല്ലെങ്കിൽ സ്വർഗത്തിലിരിക്കുന്ന ഞങ്ങളുടെ പപ്പേ, സ്വർഗത്തിലിരിക്കുന്ന ഞങ്ങളുടെ അപ്പ എന്ന് വേണമെങ്കിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും വിളിക്കാവുന്നതാണ് അല്ലേ? അപ്പം ആകാശവും ഭൂമിയും സകലതും സൃഷ്ടിച്ച ആ ദൈവമെന്ന് പറയുന്നത്, നമ്മുടെ അപ്പനെന്ന് പറയുന്നത് അല്ലേ? എത്രയോ വലിയ സന്തോഷിക്കേണ്ട കാര്യങ്ങളാണ്. ഇനി നമ്മുടെ വീട്ടിലേക്ക് തന്നെ ചെല്ലാം. നമ്മുടെ വീട്ടിൽ മോന് ചേട്ടനുണ്ടോ? ചേട്ടന് ചേച്ചിയാണ് അല്ലേ? ഓക്കെ, ഇവിടെ മോന ചേച്ചിയാണോ? അല്ല, എന്താണ്? കൊച്ചനിയനാണ് അല്ലേ? ഓക്കെ, ഇവിടെ നോക്കെങ്ങനെയാണ്? ചേട്ടൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാവരും പിണങ്ങാറുണ്ട് അല്ലേ? ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിലൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ പിണങ്ങാറുണ്ട്. ഒന്നെങ്കിൽ ചേട്ടൻ തന്നെ എടുക്കുക. ചേട്ടന് അതിലൂടെ നടന്നു പോകുന്ന വഴിക്ക് പെട്ടെന്ന് ചേട്ടൻ്റെ കൈ ഒന്ന് മോൻ്റെ മേത്തിട്ട് കൊണ്ട് മോൻ എന്ത് ചെയ്ത് ദേഷ്യപ്പെട്ട് ഓടിച്ചെന്ന് വെച്ച് ഒരു അടി കൊടുക്കും അല്ലേ? ചേട്ടന് നല്ല ശരിക്ക് നൊന്ത് കാണുമായിരിക്കും അല്ലേ? രണ്ടുപേരും കൂടെ പിണക്കം വരാൻ വലിയ സമയമൊന്നും വേണം. ഇത് തന്നെയാണെന്ന് വിചാരിച്ചത്. ചേട്ടന് നൊന്ത്, ചേട്ടൻ മോനുമായിട്ട് പിണങ്ങി. പപ്പ ഇതറിഞ്ഞു. പപ്പ പറഞ്ഞ് ചെന്ന് ചേട്ടനോട് മോനോട് പറയാണ്, ചെന്നിച്ചും ചേട്ടനുമായിട്ട് രമ്യതപ്പെട്ടുകൊണ്ട് ക്ഷമ ചോദിച്ചുകൊണ്ട് ചേട്ടനെ വിളിച്ചിട്ട് വാ, നമുക്ക് ഭക്ഷണം കഴിക്കാമെന്ന് പറയും.
മോൻ ചെന്ന് ചേട്ടനെ വിളിച്ചു നിൽക്കുക. ചേട്ടനെ വിളിച്ചിട്ട് ചേട്ടൻ പറയുന്നു, നീയായിട്ടുള്ള സകല കൂട്ടും ഞാൻ വിട്ടു, നീയായിട്ട് ഞാൻ ഇനി മിണ്ടത്തില്ല. ഉടനെ തന്നെ മോൻ കരഞ്ഞു ചെന്ന് പപ്പയോട് പറയുന്നു, പപ്പേ ചേട്ടൻ വിളിച്ചിട്ട് ചേട്ടൻ വരുന്നില്ല. ഉടനെ പപ്പ ഒന്നും മിണ്ടിയില്ല. ചേട്ടൻ ഭക്ഷണം കഴിക്കാൻ വന്നു. ചേട്ടൻ്റെ ഭക്ഷണം എടുത്ത് കസേരയുടെ മാറി അങ്ങോട്ട് ഇരുന്നിട്ട് ടി വിയും കണ്ടിരുന്നത് ഭക്ഷണം കഴിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ ചേട്ടൻ ചെന്നേച്ചും പപ്പയോട് പറയുന്നു, പപ്പേ ഇന്ന് നമ്മൾ സൈക്കിൾ വാങ്ങിക്കാൻ പോകുന്ന ദിവസം ഇന്നല്ലേ പറഞ്ഞത്, നമുക്ക് പോയാലോ? ഉടനെ പപ്പ എന്ത് പറയും, സൈക്കിളൊക്കെ വാങ്ങിച്ചു തരാം, നീ ചെന്ന് ആദ്യമേ അനിയനുമായിട്ടുള്ള പിണക്കം തീർത്തിട്ട് വാങ്ങുന്നു പറയും. ശരിയല്ല, അങ്ങനെ പറയത്തില്ലേ? ഉറപ്പായിട്ടും പറയും. പപ്പ പറയും, നീ ചെന്ന് അനിയനുമായിട്ടുള്ള പിണക്കം തീർത്തിട്ട് വാങ്ങുന്നു പറയും. ഉടനെ തന്നെ അങ്ങനെ എന്ന് ചെന്നാൽ ദൈവം നമുക്ക് നൽകുന്ന പല അനുഗ്രഹങ്ങളും, നൽകേണ്ടതായ പല അനുഗ്രഹങ്ങളും ദൈവത്തിൻ്റെ മക്കളായ നമ്മൾ പരസ്പരം പിണങ്ങിക്കഴിഞ്ഞാൽ കിട്ടാതെ വരും. സാറ് പറഞ്ഞാൽ മനസ്സിലായോ? ഇനി നമ്മുടെ പാഠത്തിലേക്ക് നമുക്ക് കിടക്കാം. രണ്ട് വീട്ടുകാർ തമ്മിലുള്ള പിണക്കമാണ് അവിടെ പരിഹരിക്കപ്പെടുന്നത്. ഒരു കഥയാണ്, ശ്രദ്ധിച്ചിരുന്നോളണം, ഇടയ്ക്കിടയ്ക്ക് ചോദ്യങ്ങളുണ്ടാവും. അവിടെ ഒരിടത്തൊരിടത്ത് രാജുവും മിനിയും എന്ന രണ്ട് കൂട്ടുകാരുണ്ടായിരുന്നു. രാജുവും മിനിയും ഒന്നിച്ചായിരുന്നു വിശ്വാസ പരിശീലനത്തിനും പള്ളിയിലും കളിക്കുകയും സ്കൂളിലും ഒക്കെ പോകുന്നവർ ഒരുമിച്ചായിരുന്നു. അങ്ങനെ വളരെയധികം സന്തോഷത്തോടുകൂടി അവർ പോവുകയായിരുന്നു. ഒരു ദിവസം അവരുടെ മാതാപിതാക്കൾ തമ്മിൽ ഒരു ചണ്ട കൂടി. ചണ്ട എന്താണെന്ന് അറിയുമോ നിങ്ങൾക്ക്? ഇല്ലേ? സാർ പറഞ്ഞ ഒരു വഴക്കുണ്ടായി. അവർ തമ്മിൽ പിണക്കത്തിലായി. അപ്പോൾ രാജുവിൻ്റെ പപ്പ രാജുവിനോട് പറയുകയാണ്, ഇനി മിനിയെ കണ്ടു കഴിഞ്ഞാൽ മിണ്ടരുത്, അവളുടെ പപ്പയും മമ്മിയും കണ്ടാലും മിണ്ടരുത്. ഇപ്പം എന്ത് സംഭവിച്ചു? മിനിയോടും അതുപോലെ തന്നെ പറഞ്ഞു. മിനിയുടെ പപ്പ പറയാണ്, രാജുവിനെ കണ്ട മിണ്ടരുതും, രാജുവിൻ്റെ പപ്പയെയും മമ്മിയെയും അപ്പൂപ്പനെയും കണ്ട് ഒന്നും ആരോടും മിണ്ടരുത്. ഇപ്പം എന്ത് സംഭവിച്ചു? രണ്ടുപേരും പിണക്കമായി. അവർക്ക് രണ്ടുപേർക്കും സങ്കടമായി. ഒരു ദിവസം അവരുടെ വികാരി അച്ഛൻ ഇതറിഞ്ഞു. അവരുടെ മാതാപിതാക്കളെ വിളിച്ചു വരുത്തി. ആരുടെ മാതാപിതാക്കളെയാണ് വിളിച്ചു വരുത്തിയത്? രാജുവിൻ്റെയും മിനിയുടെയും മാതാപിതാക്കളെ വിളിച്ചു വരുത്തി. നാം ദൈവമക്കളാണെന്ന് വികാരി അച്ഛൻ അവരെ ഓർമ്മിപ്പിച്ചു. വികാരി അച്ഛൻ ആരെയാണ് ഓർമ്മിപ്പിച്ചത്? രാജുവിൻ്റെയും മിനിയുടെയും മാതാപിതാക്കളെ അച്ഛൻ ഓർമ്മിപ്പിച്ചു. നാം ദൈവമക്കളാണെന്ന് വികാരി അച്ഛൻ അവരെ ഓർമ്മിപ്പിച്ചു. നാം പരസ്പരം കലഹിക്കുമ്പോൾ ദൈവം നമ്മേക്കാൾ കൂടുതൽ വേദനിക്കുമെന്നും നമുക്കിടയിലെ അകൽച്ച നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുമെന്നും വികാരി അച്ഛൻ അവരോട് പറഞ്ഞു. മനസ്സിലായോ? അവർക്ക് പരസ്പരം തെറ്റുകൾ മനസ്സിലാക്കി അവർ ക്ഷമ ചോദിക്കുകയും പരസ്പരം പൊരുത്തപ്പെടുകയും ചെയ്തു. അങ്ങനെ അവർ രമ്യതയിലായി. വികാരി അച്ഛനെ നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അവർ വീട്ടിലേക്ക് മടങ്ങി. മനസ്സിലായോ മക്കളെ? എങ്ങനെ? കഥ ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? ഇഷ്ടപ്പെട്ടല്ലേ? മക്കളെ, നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവമക്കളായ നമ്മൾ പരസ്പരം പിണങ്ങി നിൽക്കുവാനുള്ളതല്ല. പിണങ്ങി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കേണ്ടതായ പല അനുഗ്രഹങ്ങളും നമുക്ക് ലഭിക്കാതെ വരികയും ചെയ്യും. ഇനി അടുത്ത കഥയിലേക്ക് പോവുകയാണ്. നമുക്ക് ബൈബിളിൽ നിന്ന് ചെയ്തു പോയ പാപങ്ങളെക്കുറിച്ച് അനുതപിക്കുകയും പശ്ചാത്തപിക്കുകയും ചെയ്ത ഒരാളെക്കുറിച്ച് നമുക്ക് ബൈബിളിൽ നിന്ന് പരിചയപ്പെടാം. അയാളുടെ പേരെന്താണെന്ന് അറിയോ? സക്യൂസ് എന്നായിരുന്നു അയാളുടെ പേര്. അയാള് ചുങ്കക്കാരനും ധനാഢ്യനുമായിരുന്നു. ഈ ചുങ്കക്കാരൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയുമോ? മോനറിയോ? മോക്കറിയോ? ആർക്കെങ്കിലും അറിയോ? ചുങ്കക്കാരൻ എന്ന് വെച്ചെന്നാൽ നികുതി പിരിക്കുന്ന ആള്. ഇപ്പം അറിയാല്ലേ? എല്ലാവർക്കും അറിയാല്ലേ? നികുതി പിരിക്കുന്ന ആള്. ആ പ്രദേശത്തെ ചുങ്കം പിരിക്കുവാനായിട്ട് അവിടുത്തെ രാജാവ് ഈ പറയണ സക്യൂസിനെ ആയിരുന്നു ഏർപ്പെടുത്തിയിരുന്നത്. സക്യൂസ് എന്ത് ചെയ്തെന്നോ, 100 രൂപ വാങ്ങിക്കേണ്ട സ്ഥലത്ത് 200ഉം 300ഉം വാങ്ങിച്ചു. അങ്ങനെ ഒത്തിരി സമ്പത്ത് അയാള് സ്വന്തമാക്കിയിരുന്നു. അങ്ങനെ സ്വന്തമാക്കി വെച്ച സമ്പത്തെല്ലാം കൂട്ടിവെച്ച് ഒത്തിരി ഉണ്ടായിരുന്നു. ഒരു ദിവസം സക്യൂസിന് ഈശോ ഒന്ന് കാണണമെന്ന് അതിയായ ആഗ്രഹം. സക്യൂസ് പല പ്രാവശ്യം ഈശോ സഞ്ചരിച്ചിരുന്ന വഴികളിലൊക്കെ ചെന്ന് നോക്കി, പക്ഷെ കണ്ടില്ല കേട്ടോ. എന്താണ് കാണാതിരുന്നതെന്നറിയുമോ? ഈശോ പോകുന്ന വഴിയിലെല്ലാം ധാരാളം ജനങ്ങൾ ഒത്തുകൂടിയിരുന്നു. ഈ ഒത്തുകൂടിയിരുന്നത് കൊണ്ട് സക്യൂസിന് കാണാനത്തില്ല. മാത്രമല്ല കേട്ടോ, സക്യൂസിന് പൊക്കം കുറവായിരുന്നു. പൊക്കം കുറഞ്ഞ ഒരു മനുഷ്യൻ ചെന്ന് കഴിഞ്ഞാൽ ഈ ആൾക്കൂട്ടത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ കാണാനൊക്കുവോ? ഇല്ലല്ലേ, കാണാനൊക്കത്തില്ല. അപ്പോൾ അങ്ങനെയായിരുന്നു സക്യൂസ്. പക്ഷെ സക്യൂസിന് ഭയങ്കര ബുദ്ധിയായിരുന്നു കേട്ടോ. അവൻ എന്ത് ചെയ്യുമെന്നറിയോ? അവൻ ഒരു ദിവസം ഈശോ നടന്നു പോകുവാൻ ഉദ്ദേശിക്കുന്ന വഴിയിൽ
നേരത്തെ പോയി അവിടെ ഒരു സിക്കമോർ മരം നിൽപ്പുണ്ടായിരുന്നു. ആ മരത്തിൻ്റെ മുകളിൽ കയറിയിരുന്നു. ഈശോ ദൂരത്തൂടെ ഇങ്ങനെ നടന്ന് വഴിയുടെ അടുത്തൂടെ ഇങ്ങോട്ട് വന്നു. വഴിയിൽ നിന്നിരുന്ന സിക്കോർ മരത്തിൽ കയറി ഇരിക്കുന്ന സക്യോസിനോട് ഈശോ പറഞ്ഞു, സക്യോസ് വേഗം ഇറങ്ങി വരിക, എനിക്ക് നിന്റെ ഭവനത്തിലാണ് ഇന്ന് താമസിക്കേണ്ടത്. പാവം സക്യോസ് പേടിച്ചു പോയി. ആദ്യമായിട്ട് കാണുന്നതാണ് ഈശോനെ. എന്നിട്ട് പേടിച്ചൊല്ലി വിളിക്കുന്നു. സക്യോസ് വിറച്ച് പെട്ടെന്ന് ഇങ്ങോട്ട് ചാടി ഇറങ്ങി വന്നു. നിങ്ങൾക്കറിയാം അല്ലേ, പെട്ടെന്ന് ഇങ്ങോട്ട് ചെയ്ത് കഴിയുമ്പോൾ കയ്യോലെ തൊലിയൊക്കെ സക്യോസിന് പോയി. എന്നാലും സക്യോസ് അതൊന്നും കാര്യമാക്കിയില്ല. സക്യോസ് വേഗം വന്ന് ഈശോയെ സ്വീകരിച്ച് സ്വന്തം ഭവനത്തിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ സക്യോസ് പറഞ്ഞു, അത്യന്തം അനുതാപത്തോടുകൂടി ഈശോയോട് പറയുകയാണ്, ഈശോയെ, എൻ്റെ സ്വത്തിൻ്റെ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. മാത്രമല്ല, എന്തെങ്കിലും ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 4 ഇരട്ടിയായി ഞാൻ തിരിച്ചു കൊടുക്കും. എന്താ പറഞ്ഞ സക്യോസ്? വചനഭാഗം ലൂക്ക 19:8. എന്താ പറഞ്ഞത്? സക്യോസ് അത്യന്തം അനുതാപത്തോടു കൂടി പറഞ്ഞു. ഒന്നുകൂടെ സാർ പറയാം. സക്യോസ് അത്യന്തം അനുതാപത്തോടു കൂടി പറഞ്ഞു. ഒന്നുകൂടെ പറയാം. സക്യോസ് അത്യന്തം അനുതാപത്തോടെ പറഞ്ഞു, കർത്താവേ, ഇതാ എൻ്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു. വചനഭാഗം ലൂക്ക 19:8. ഈ വചനഭാഗം നിങ്ങൾ കാണാതെ പഠിക്കേണ്ടതാണ് കേട്ടോ. ഉടനെ ഈശോ സക്യോസിനോട് പറയുകയാണ്, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. എന്താ പറഞ്ഞത്? ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. എപ്പോഴാണ് രക്ഷ വന്നത്? സക്യോസ് അനുതപിക്കുകയും പശ്ചാത്തപിക്കുകയും പ്രായശ്ചിത്തം ചെയ്തതും മൂലമാണ് ആ ഭവനത്തിന് രക്ഷ വന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? അതുപോലെ കുഞ്ഞുമക്കളെ, നമ്മളെല്ലാവരും കുറച്ച് കഴിയുമ്പോൾ വലുതായി മിടുക്കനും മിടുക്കിയൊക്കെ ആകും. നിങ്ങൾക്ക് ഈശോ നല്ല ജോലിയും നല്ല ബിസിനസ്സും ഒക്കെ ചെയ്യുവാനുള്ള അവസരം നിങ്ങൾക്ക് തരികയും ചെയ്യും. ഒരു കാര്യം നമ്മൾ ഓർത്തോളണം, നമ്മൾ ദൈവമക്കളാണ്. ഒരിക്കലും നമുക്ക് അർഹതയില്ലാത്തത് വാങ്ങിക്കുകയോ അമിതമായ ലാഭം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ബിസിനസ്സിൽ മായം ചേർക്കുകയും ചെയ്യരുത്. മറന്നു പോകുമോ? ഒരിക്കലും മറക്കത്തില്ല അല്ലേ? ഓക്കെ, സന്തോഷമായി. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.